ഹായ് വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ നമ്മൾ 2-3 ദിവസമായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് റോസിൻ്റെ സെയിലും കാര്യങ്ങളൊന്നും ഇപ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നില്ല. കാരണം നമുക്ക് ഒത്തിരി ഓർഡേഴ്സ് പെൻഡിങ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പുതിയ വീഡിയോസും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാത്തത്. അപ്പോൾ ഒത്തിരി പേര് വാട്സപ്പിൽ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി വീഡിയോസ് ഒന്നും ഇടുന്നില്ലല്ലോ, എന്താ റീസൺ എന്ന് ചോദിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് പെൻഡിങ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പുതിയ ഓർഡേഴ്സ് എടുക്കാത്തത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം കുറച്ച് പേർക്കുള്ളത് കഴിച്ചു വരുന്നുണ്ട്. കാലാവസ്ഥ പ്രതികൂലമായിട്ട് അല്ല നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഇവിടെ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു കാലാവസ്ഥയാണ്. നമുക്ക് പോയി പ്ലാന്റ് കളക്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒത്തിരി വിഷമകരമായിട്ട് കാര്യങ്ങളൊക്കെ ഇതിനിടയിൽ സംഭവിക്കുന്നുണ്ട്. വാട്സപ്പ് ത്രൂ ഒക്കെ ഒരുപാട് പേര് വിളിച്ചിട്ട് ഹർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഒത്തിരി സങ്കടമുണ്ട് അത് കേൾക്കുമ്പോഴത്തേക്കും. കാരണം നമ്മൾ 15 വർക്കിംഗ് ഡേയ്സ് എന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നിങ്ങളുടെ വെൽക്കം മെസ്സേജിൽ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. 15 വർക്കിംഗ് ഡേയ്സിലാണ് പ്ലാൻസ് അയച്ചു തരാമെന്ന്. പക്ഷേ ഇത് വായിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്നിരുന്നാൽ പോലും അതൊന്നും വെയിറ്റ് ചെയ്യാൻ പോലും ആർക്കും താല്പര്യമില്ല. വേറൊന്നുമില്ല, നമ്മൾ 15 വർക്കിംഗ് ഡേയ്സ് വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമ്മൾ ഓണത്തിൻ്റെ അവധി ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം അന്നേരം നമ്മൾ കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മുടെ പ്ലാന്റ് പർച്ചേസിന് ഞാൻ ഹസ്ബൻഡും കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഒരു 5-6 ദിവസം അതിൻ്റെ ഡിലേ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ആ ഒരു 15 ദിവസം എന്നുള്ളൊരു ഓപ്ഷൻ വെക്കുന്നത്. അപ്പോൾ 15 ദിവസം എന്ന് പറയുമ്പോൾ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം വരെയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത്. ആ ഒരു കാൽക്കുലേറ്റ് ചെയ്തിട്ട് 15 വർക്കിംഗ് ഡേയ്സാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ശനിയും ഞായറും ഒന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കാരണം നമുക്ക് ശനിയും ഞായറും പ്ലാൻസ് അയക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു ഡേറ്റ് ഒഴിവാക്കിയിട്ടുള്ള വർക്കിംഗ് ഡേയ്സാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ 3 ദിവസമായി പ്ലാന്റ് ഓർഡർ ചെയ്തിട്ട് ഇപ്പോൾ ബാക്കിയുള്ളവരാണെങ്കിൽ അയച്ചു തരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് കിട്ടുന്ന ഓർഡേഴ്സും അനുസരിച്ചിട്ട് മറ്റൊരാളുടെ കമ്പാരിസൺ ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി നമ്മുടെ കാര്യങ്ങളെല്ലാം വാട്സപ്പ് ത്രൂ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതിനകത്തായാലും 15 വർക്കിംഗ് ഡേയ്സ് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ അത് അറിഞ്ഞു വെച്ചിട്ട് വീഡിയോസ് കാണുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അറിയാം. അത് അറിഞ്ഞു വെച്ചിട്ടും നമ്മൾ ബാക്കിയുള്ളവരായിട്ട് കമ്പാരിസൺ ചെയ്യുന്നത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും മാക്സിമം കൊറിയേഴ്സെല്ലാം അയച്ചിട്ടുണ്ട്. ഇതിൽ ഇന്ന് അയച്ചത് ജ്യോതി AJ, ലുബീന, നന്ദന, ജിജി, ഉമ്മച്ചൻ, വിദ്യ ആണെന്ന് തോന്നുന്നു, വിദ്യ വേണുഗോപാൽ, രമ്യ രാജേഷ്, അഞ്ജു, അനഘ കൈമൾ, ഫിറോസ് ബാബു, സുമയ്യ, ഷീജ M, മിൽട്ടൺ ആൻ്റണി, യസ്മിൻ മേരി, റഹ്മത്ത്. ഇത്രയും പേർക്കുള്ള കൊറിയറാണ് ഇന്നത്തെ ദിവസം നമ്മളിവിടുന്ന് ഡിസ്പാച്ച് ആക്കിയേക്കുന്നത്. പിന്നെ നമ്മൾ റിപ്ലൈ കൊടുക്കുന്നില്ല എന്ന് ഒത്തിരി കംപ്ലയിൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ പരിഹരിച്ചിട്ടുണ്ട്. മിക്ക പേർക്കും അറിയാമായിരിക്കും, കഴിഞ്ഞ 1 വീക്ക് തന്നെ നിങ്ങൾക്ക് മെസ്സേജ് വന്ന ടൈം ഒന്ന് ചെക്ക് ചെയ്തറിയാം. മിക്ക പേർക്കും മെസ്സേജ് വന്നേക്കുന്നത് 11 മണി ടു ഒരു 3 മണി 4 മണി റേഞ്ചിലാണ് മിക്ക പേർക്കും കൊറിയർ മെസ്സേജ് വന്നേക്കുന്ന ടൈം. കാരണം നമ്മൾ രാവിലെ മുതൽ ഈ രാത്രി വരെ കൊറിയറിൻ്റെ അയക്കുന്നതും തിരക്കുമൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ടൈം നമ്മൾ നൈറ്റ് ഉറങ്ങേണ്ട സമയത്ത് നിങ്ങൾക്ക് വാട്സപ്പിൽ റിപ്ലൈ തരാം. എന്നിട്ട് പോലും നമ്മുടെ മെസ്സേജ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും മെസ്സേജസ് ആയിരുന്നു. ഒരു ദിവസം 5:30 വരെ എങ്ങാണ്ട് ഇരുന്നിട്ടാണ് ഓൾമോസ്റ്റ് പേർക്കുള്ള മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്നത്. ഞാനിത് പറയുന്നത് കള്ളമല്ല. കാരണം മെസ്സേജ് കിട്ടിയവർക്ക് അറിയാമായിരിക്കും രാത്രി നിങ്ങളുടെ ആ ഒരു എത്ര ടൈമിലാണ് മെസ്സേജ് കിട്ടിയിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യുമ്പോൾ. രാത്രിയൊക്കെ ഞങ്ങളുടെ ഉറക്കം എഴുന്നേറ്റ് ഇരുന്നിട്ടൊക്കെയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മെസ്സേജിന് റിപ്ലൈ തന്നുകൊണ്ടിരിക്കുന്നതും. ഇതിൻ്റെ ഇടയിൽ തന്നെയാണ് നെക്സ്റ്റ് ഡേ ആർക്കൊക്കെ അയക്കണം എന്നുള്ളതെല്ലാം ഡിസിഷൻ എടുക്കുന്നതും. ഇതിൻ്റെ ഇടയിൽ വരുന്ന മെസ്സേജസിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ആരെ അവോയ്ഡ് ചെയ്യുന്നതല്ല. നിങ്ങളിപ്പോൾ പേയ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാത്തതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ 2 ദിവസം 3 ദിവസമായിട്ട് വീഡിയോ ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് പോലും നമ്മുടെ ഓൾഡ് വീഡിയോസിൽ നിന്ന് ഓർഡേഴ്സ് വരുന്നുണ്ട്. നമ്മൾ മാക്സിമം ഇപ്പോൾ വീഡിയോസ് ഓർഡർ എടുക്കാതെയൊക്കെ ഇരിക്കുകയാണ്. ഏറ്റവും വിഷമകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ നിന്ന് ഓൾറെഡി പർച്ചേസ് ചെയ്തവർ തന്നെ നമ്മളെ ബുദ്ധിമുട്ടിക്കുമ്പോഴുള്ളൊരു ഹർട്ട് ചെയ്യുമ്പോഴുള്ളൊരു സങ്കടം. അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഓൾറെഡി പർച്ചേസ് ചെയ്തവർ തന്നെ പ്ലാൻസ് ഒരിക്കൽ കിട്ടി, അവർ സാറ്റിസ്ഫൈഡ് ആയവർ തന്നെ വന്നിട്ട് പ്ലാൻസ് ഇത്ര ദിവസം മുമ്പ് അവർക്ക് കിട്ടുമായിരുന്നു, ഇപ്പോൾ അവർക്ക് കിട്ടുന്നില്ല, നിങ്ങൾക്ക് എന്താ ഇത്ര തിരക്കെന്ന് ചോദിക്കുന്നവർക്ക് എനിക്ക് വേറൊന്നും പറയാനില്ല. കാരണം നിങ്ങൾ നമ്മുടെ സ്ഥാനത്ത് വന്നത് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. എത്രമാത്രം എഫർട്ട് എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്നുള്ളത് എനിക്കും എൻ്റെ ഹസ്ബൻഡും നല്ലതുപോലെ അറിയാം. ഞങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ ചിലപ്പോൾ ഞങ്ങൾ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തവരായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫുള്ളി ഓക്കെ ആയിരിക്കാം. പക്ഷേ ഞങ്ങൾ അങ്ങനെയല്ല.
എനിക്ക് എൻ്റേതായ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളുണ്ട്. ഹസ്ബൻഡിനായാലും ചില പ്രശ്നങ്ങളുണ്ട്. ഉറക്കം കിട്ടാതെയൊക്കെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ നല്ലപോലെ അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ. എന്നിട്ടും പ്ലാൻസ് ലേറ്റ് ആവുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു ഹർട്ട് ചെയ്ത് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ പറയണം എന്ന് എനിക്കറിയില്ല. അത്രമാത്രം വൾഗറായിട്ട് സംസാരിക്കുന്ന ലേഡീസുണ്ട്. അതിപ്പോൾ ഞാനല്ല അതിന് റിപ്ലൈ കൊടുക്കുന്നത്, ഞാനാണെന്ന് കരുതിയിട്ടായിരിക്കും അവർ ചിലപ്പോൾ സംസാരിക്കുന്നത്. പക്ഷേ എൻ്റെ ഹസ്ബൻഡാണെല്ലാം കേൾക്കുന്നത്, ഹസ്ബൻഡാണ് അതിന് റിപ്ലൈ കൊടുക്കുന്നത്. മോശമായിട്ട് സംസാരിച്ച എല്ലാവർക്കും നല്ലതുപോലെ തന്നെ ഹസ്ബൻഡ് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഞാനൊന്നും പറയാൻ പോയിട്ടില്ല. കാരണം പ്ലാന്റ് ഡീല് ചെയ്യുമ്പോൾ പ്ലാനിനെ കുറിച്ച് മാത്രം സംസാരിക്കണം, അതാണ് ചെയ്യാനുള്ളത്. പക്ഷേ അതിൽ വിട്ട് സംസാരിക്കുമ്പോൾ അതിനുള്ള റിപ്ലൈസും തിരിച്ച് കിട്ടും എന്നുള്ളൊരു ഇത് വേണം കേട്ടോ. നിങ്ങളും ഞാനുമായിട്ട് ഡീൽ ചെയ്തതും പേയ്മെൻറ്റ് വാങ്ങിയതും പ്ലാൻസിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കുക. അതിൻ്റെ ഇടയിൽ മറ്റുള്ളവരെ പിടിച്ചിടേണ്ട കാര്യമില്ല, എക്സ്പെഷ്യലി വീട്ടുകാരെ പിടിച്ച് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ സംസാരിച്ചവർക്കെല്ലാം ഹസ്ബൻഡ് നല്ല രീതിക്ക് തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഞാനാണെന്ന് കരുതിയിട്ടായിരിക്കാം, ഞാൻ തിരിച്ചൊന്നും പറയില്ല എന്ന് കരുതിയിട്ടാവാം നിങ്ങളങ്ങനെ സംസാരിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരെയും അല്ല, ഒത്തിരി നല്ല ആൾക്കാരുണ്ട്, ഒത്തിരി നല്ല സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എസ്പെഷ്യലി എനിക്ക് പറയേണ്ടത് ജ്യോതി മാമിൻ്റെ കാര്യമാണ്. പുള്ളിക്കാരി എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ അടുത്ത് വന്ന് ഒത്തിരി എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരാളാണ്. എല്ലാവർക്കുള്ള പ്ലാൻസ് അയച്ചു കഴിഞ്ഞിട്ട് എനിക്ക് അയച്ചാൽ മതി, അവർക്ക് ആദ്യം ഓക്കെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ജ്യോതി മാം. ഒത്തിരി പ്ലാൻസ് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചൊരു മാമാണ് ജ്യോതി എന്ന് പറയുന്നത്. പുള്ളിക്കാരിയുടെ എങ്ങനെ എനിക്ക് നന്ദി പറയണമെന്നറിയില്ല. കാരണം എന്നെ അത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് മാം എന്ന് പറയുന്നത്. എൻ്റെ അടുത്ത് എപ്പോഴും വന്നിട്ട് പറയും, മോളെ ഇങ്ങനെ കിടന്ന് ജോലി ചെയ്യേണ്ട, മോളൊന്ന് റെസ്റ്റ് എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പേഴ്സണലി ചെടിയിലാണ് പരിചയപ്പെട്ടതെങ്കിൽ പോലും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് ഈ ജ്യോതി എന്ന് പറയുന്ന മാം. പുള്ളിക്കാരി എൻ്റെ ഒട്ടുമിക്ക വീഡിയോസിലും എനിക്ക് സപ്പോർട്ടായിട്ട് കമൻറ്റ് ഇടുന്ന ഒരാളാണ്. മാമിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒത്തിരി സന്തോഷം സപ്പോർട്ട് ചെയ്യുന്നതിന്. അതുപോലെ തന്നെ എനിക്ക് മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊറിയർ ചാർജിൻ്റെ കാര്യമൊക്കെ ഞാൻ 80 രൂപ 100 റുപ്പീസൊക്കെയാണ് കൊറിയർ ചാർജ് മേടിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ചിലർ 70 രൂപയെ മേടിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഞങ്ങളത് മേടിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബേസ് ബോർഡ് മേടിക്കണം, അതുപോലെയുള്ള ബാക്കി കാര്യങ്ങൾക്കെല്ലാം ഞങ്ങൾക്ക് ചിലവ് ആകുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് 80 രൂപ. അതിൻ്റെ ഞാനൊരു വീഡിയോ ഇട്ട് തരാം കേട്ടോ നിങ്ങൾക്ക്. എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ഇട്ടുതരാം. ഒരാൾക്ക് എത്ര രൂപ കൊറിയർ ചാർജ് വരുന്നുണ്ട് എന്നുള്ളത് ഞാനതിൻ്റെ കമ്പാരിസൺ അടക്കം ഞാനതിലൊരു വീഡിയോ ഇട്ട് തരാം നിങ്ങൾക്ക്. ഞാൻ അയക്കുന്ന പ്ലാൻസ് വെച്ചിട്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഇട്ട് തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ മനസ്സിലാവും. എന്തായാലും ഒത്തിരി പേരെന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിലൊരുപാട് നന്ദി. സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. അതുപോലെ തന്നെ പറയുക, നമ്മുടെ പുതിയ ലോഡ് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. താങ്ക്